ഇത് നമ്മളൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഗോതമ്പ് പായസം ഇഷ്ടമുള്ള ആൾക്കാർ ഇതൊന്ന് ചെയ്ത് നോക്കണേ. ഗോതമ്പ് നമുക്ക് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് വെക്കാം കേട്ടോ. പായസം ബട്ടൺ പ്രസ് ചെയ്ത് കണ്ട് ഇതാക്കി കൊടുക്കുമ്പോൾ കണ്ടോ അതിൻ്റെ ഉമിയൊക്കെ ഒന്ന് പോകുന്നു, ചിലതൊക്കെ കട്ടായി വെന്തും ചെയ്തിന് കേട്ടോ. ഇത് ഇനി നന്നായിട്ടൊന്ന് 2-3-4 പ്രാവശ്യം കഴുകിയെടുത്താൽ നോക്കാം. നമ്മൾ നന്നായിട്ട് കഴുകിയെടുത്തു കണ്ടോ, ഇതുപോലെ ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് കുക്കറിലിട്ട് നല്ല വിസിൽ വരുത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് വിസിൽ വരട്ടെ. അപ്പോൾ വെന്തുകളെ നോക്കിയിട്ട് ആയിട്ടില്ലെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട്, തിളച്ച വെള്ളം ഒഴിച്ചിട്ട് പിന്നെയും വെക്കാം. കുറച്ച് ശർക്കര നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ശർക്കര മെൽറ്റ് ചെയ്തെടുത്തു. ഇതിനി അരിച്ച് വേണം നമ്മൾക്ക് ഇതിലൊഴിക്കാൻ കേട്ടോ. ഇതൊന്ന് ബാലൻസ് ചെയ്യാൻ കുറച്ച് ഉപ്പിടാം കേട്ടോ. ഇതൊക്കെ ഒന്നും ഇടുന്നില്ല. കപ്പ് തേങ്ങ ചിരവി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതും കൂടി നമുക്ക് മിക്സ് ചെയ്യാം. ഞാൻ കുറച്ച് തേങ്ങ ചിരവി അതിൽ ചേർക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങ കൊത്തും ചേർക്കാം, ഇഷ്ടമുള്ള പോലെ. ഞാൻ കുറച്ച് ചിരവിയിട്ടാണ് അതിൽ മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. 4 ഏലക്ക ഇതിനെടുത്തിട്ട് നമുക്ക് പൊടിച്ച് അതിൽ മിക്സ് ചെയ്ത് കൊടുക്കട്ടോ. തേങ്ങയും ഏലക്കായും ഇതിൽ ഇട്ടു കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പാല് മിക്സ് ചെയ്ത് കൊടുക്കട്ടോ. ഇത് കൂടുതലുണ്ട്, ഇതിന് കുറച്ച് ഒഴിച്ച് കൊടുക്കണുള്ളൂ. ആവശ്യത്തിനുള്ളത് മാത്രം ഒഴിച്ചാൽ മതി. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് തിളച്ച് വരുന്നുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം, പച്ച നെയ്യ് കേട്ടോ. അങ്ങനെ നമ്മൾ പായസം റെഡി ആയിട്ടോ. ഗോതമ്പ് പായസം, ഗോതമ്പും ശർക്കരയും. അങ്ങനെ നമ്മളെ പായസം റെഡി ആയിട്ടോ. ഇത് കണ്ടോ, ഗോതമ്പ് പായസമാണ്. അതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഇത്രയേ ഉള്ളൂ.